ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ തരുന്ന ഒരു ടിപ്പാണ്. കോഫി പൗഡർ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയൊരു സ്ക്രബാണിത്. 5 മിനിറ്റ് സ്ക്രബ് ചെയ്താൽ മതി. ഒറ്റ സ്ക്രബ് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് നല്ല തിളക്കവും നല്ല ബ്രൈറ്റ്നെസ്സും തരുന്ന ഒരു സ്ക്രബാണ്. ഇതിനകത്ത് 4 ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ആ 4 ഇൻഗ്രീഡിയൻസും നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. 5 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്താൽ മതി. മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു ഗ്ലോ, നല്ലൊരു ബ്രൈറ്റ്നെസ്, ഫ്രഷ്നെസ് നമ്മുടെ സ്കിന്നിന് കിട്ടും. ഇത് ഞാൻ പല പ്രാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഉപയോഗിക്കാം. ഡ്രൈ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു സ്ക്രബാണ്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, ഉപയോഗിക്കുന്നതിന് മുമ്പ് അലർജി ഉണ്ടോ എന്നൊന്ന് നോക്കണം. 4 ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ആ 4 ഇൻഗ്രീഡിയൻസിനോടും അലർജി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഗ്യാരണ്ടീഡ് റിസൾട്ടാണ്. ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ സ്ക്രബ് എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1 സ്പൂൺ തൈരാണ്. ഇനി അതിലേക്ക് നമ്മൾ 1 സ്പൂൺ തന്നെ തേൻ ഒഴിക്കും. ഇപ്പോൾ 1 സ്പൂൺ തൈരായി, 1 സ്പൂൺ തേനായി. ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ തന്നെ കോഫി പൗഡറാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് 1 സ്പൂൺ തന്നെ പഞ്ചസാര. അപ്പം നമ്മളെല്ലാം തുല്യ അളവിൽ ഈ 4 ഇതും എടുത്തു, ഇൻഗ്രീഡിയൻസ് എടുത്തു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രേ ഉള്ളൂ കാര്യം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നമുക്കിനി ഇതെങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതാ നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിങ്ങനെ ഒരു ജെൽ പരുവത്തിലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ കയ്യിലെടുത്ത് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്യാം. അപ്പോൾ ഈ കോഫി സ്ക്രബിന് എങ്ങനെയാണ് നമുക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാൻ പറ്റാമെന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവും. അപ്പോൾ ഈ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ളത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഇത് റിമൂവ് ചെയ്യും പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റ് ലുക്ക് കിട്ടും ഈ സ്ക്രബ് ചെയ്യുമ്പോഴേക്കും, ഈ കോഫിയുടെ ആക്ഷൻ കൊണ്ട്. പിന്നെ ഈ കോഫി ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുമ്പോൾ എന്നുള്ളത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും നമ്മുടെ സ്കിന്നിലുള്ള. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ ഇതിന് മറ്റേ നമ്മുടെ സ്കിന്നിലുള്ള അക്നെ, സ്ട്രെച്ച് മാർക്സ്, അതിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കൂടി ഉണ്ട് ഈ സ്ക്രബിന്. പിന്നെ ഈ കോഫിയുടെ ഇപ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് കോഫി ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്താലും സ്കിന്നിന് ഡാമേജ് ഇല്ല. കാരണം അത് സോഫ്റ്റ് ഗ്രാന്യൂൾസ് ആയതുകൊണ്ട് അങ്ങനെ ഡാമേജ് വരത്തില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സ്ക്രബ് ചെയ്യാം. പിന്നെ കോഫി എന്ന് പറഞ്ഞാൽ വേറൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സൺ കൊണ്ടുണ്ടാവുന്ന ഡാമേജ്, സൺ ടാൻ, ആ
അൾട്രാ വയലറ്റ് റേസും കൊണ്ടുണ്ടാവുന്ന ടാൻ മാറാനായിട്ടും നമുക്ക് ഈ കോഫി സ്ക്രബ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ തൈരും ഹണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഹണിയുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് മെയിൻലി. പിന്നെ ഈ ഹണിയും കോഫി പൗഡറും രണ്ടും നമ്മുടെ സ്കിന്നിനകത്തുള്ള മോയ്സ്ചർ ലോക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ക്രബാണത്. ഈ സ്ക്രബ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ ഒട്ടും ഡ്രൈ ആവത്തില്ല. പിന്നെ നമ്മൾ ഈ സ്ക്രബ് ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി കേട്ടോ സ്ക്രബ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകാനുണ്ട്, അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്നൊന്ന് മുഖത്തെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കണം, ഒന്ന് ഗ്ലോയി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്ക്രബ് അതിന് പറ്റിയൊരു സ്ക്രബാണ്. 5 മിനിറ്റ് ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ഇനി സ്ക്രബ് തന്നെ നമുക്ക് കുറച്ച് കയ്യിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കൈക്കും നല്ലൊരു സ്ക്രബായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഇതാണ് ഈ കോഫി സ്ക്രബ്. അപ്പോൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് കയ്യിലും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതാ ഞാൻ മുഖം കഴുകി വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് നന്നായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്, നല്ലൊരു ഫ്രഷ് ലുക്കായിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ലുക്ക് ഒന്ന് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടണം എന്നൊക്കെ ഉള്ളവർക്ക് ഈ ഒരു കോഫി സ്ക്രബ് ഒന്ന് ഉപയോഗിച്ച് നോക്കാം. ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം.